ഫുൾ ഓണിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം. ഓഫർ പ്രൈസുമാണ്, ഫുൾ ഓണും ആണ് കേട്ടോ. XX ആണ്, വെറും 69,000 കിലോമീറ്റർ, 2016 ഏറ്റവും ടോപ്പിൽ. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഒരു വാഹനം? ഇത് നമുക്ക് 5,75,000 ഫൈനൽ കൊടുക്കാം. ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ പ്രൈസിന് ഓഫർ പ്രൈസാണ് 5.5 ലക്ഷം ഫുൾ ഓൺ അല്ലേ? 18 മോഡൽ 19 രജിസ്ട്രേഷൻ വണ്ടി, ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി. ഏറ്റവും ലാസ്റ്റ് അതായത് എത്തിയോസിൽ നിൽക്കുന്ന ആ സമയത്ത് ഇറങ്ങിയ ലാസ്റ്റ് ജെൻ ആണ്. അത് നമുക്ക് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതിലൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, അതും ഫുൾ ഓൺ ചെയ്യാം. ഹാഷ് ബാഗിന്റെ പ്രൈസിന് കൊടുക്കാം. അതും നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഏകദേശം ഫുൾ ഓണും ചെയ്യാൻ പറ്റും. 5.85 ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2018 മോഡൽ വണ്ടി. ചെറിയൊരു ഫാമിലിക്ക് നല്ല കംഫർട്ടും അതേപോലെ മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു മാരുതി സുസുക്കി ഓൾട്ടോ. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരാഴ്ചൻ്റെ ഉള്ളിൽ വീണ്ടും ദോസ്തിൽ വന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പുതിയ അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന അത്യാവശ്യം നമുക്ക് മെയിൻ്റെനൻസ് കുറവും നല്ല മൈലേജുള്ള ഒത്തിരി നല്ല കളക്ഷൻസ് ഈ ഒരാഴ്ച കൊണ്ട് നമ്മളെ ദോസ്തിൽ വന്നു. സോ അതുകൊണ്ടാണ് വീണ്ടും നമ്മളൊരു വീഡിയോ ആയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സ്വിഫ്റ്റ് ഓൾട്ടോകൾ അതേപോലെ ഫോർച്യൂണറൊക്കെ നല്ല ബെസ്റ്റ് പ്രൈസിനുണ്ട്. എത്തിയോസ് ലീവ ഒറിജിനൽ കേരള വാഹനം, അതേപോലെ തന്നെ ബലേനോ ലോ കിലോമീറ്ററുടെ സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി പാർട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അഷറഫ് എങ്ങനെ നമ്മൾ കറക്റ്റ് ദോസിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം പെരുന്തൽമണ്ണ റോഡിൽ അരിപ്ര സ്കൂൾ പടി. യെസ്, അപ്പോൾ അത് നമുക്ക് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് പുതിയൊരു ഒരാഴ്ച കൊണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഇന്നോവകളുണ്ട്, അതേപോലെ ഫോർച്യൂണറൊക്കെ നല്ല ബെസ്റ്റ് പ്രൈസിനുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ ഫോർച്യൂണർ ആയിക്കോട്ടെ നമുക്ക് ഇതൊരു ഫുൾ ഓണിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം. ഓഫർ പ്രൈസുമാണ്, ഫുൾ ഓണും ആണ് കേട്ടോ. അപ്പൊ നിലവിൽ കേൾട്ടം BK നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത് ഏതായിരുന്നു പിന്നെ മോഡൽ? 2012 മോഡല് 2 വീൽ ഓട്ടോമാറ്റിക് ആയിരുന്നു. യെസ്, അപ്പൊ അതാണ് ഇതിന്റെ പ്രൈസ് ഹൈലൈറ്റ് ഒക്കെ. സാധാരണ നമുക്ക് മാനുവലൊക്കെ കിട്ടും, ഇത് ഓട്ടോമാറ്റിക് ആണ്, 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഒരു ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 2 വീൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1,32,000 കിലോമീറ്റർ. 1.32 2 വീൽ ഓട്ടോമാറ്റിക്. നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 8,75,000 കൊടുക്കാം. 8.25 ഫുൾ ഓണും കൊടുക്കാം. അപ്പോൾ അതാണ് ഓഫർ പ്രൈസ് ആണ് 2 വീൽ ഓട്ടോമാറ്റിക് പ്ലസ് നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് ടയോട്ടന്റെ ഒരു ബഡ്ജറ്റ് വാഹനം നോക്കുന്നവർക്ക് ടയോട്ടന്റെ എത്തിയോസ് ലിവ ഡോൾട്ടൂണ് VD ഡീസൽ വണ്ടി, അത് നമുക്ക് ഒറിജിനൽ കേരള വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വണ്ടി, ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി. ഏറ്റവും ലാസ്റ്റ് അതായത് എത്തിയോസ് ലിവ നിൽക്കുന്ന ആ സമയത്ത് ഇറങ്ങിയ ലാസ്റ്റ് ജെൻ ആണ്. അത് നമുക്ക് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതിലൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് കിലോമീറ്റർ ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ 90,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ ആണ്, 90,000 കിലോമീറ്റർ. VD കമ്പനി ഇൻബിൽട്ട് ആയിട്ട് ഡോൾട്ടൂണ് കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒറിജിനൽ കേരള വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 7,80,000 780 അതിൽ നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം 7 അടുത്തായിട്ട് 19 രൂപ വേണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല. അടുത്തൊരു മാരുതി സുസുക്കി ബലേനയാണ്. അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു അപ് ടു 90% തന്നെ ഉണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല കിടിലം വാഹനമാണ്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ. അതും ഓട്ടോമാറ്റിക്കും ആണ് അല്ലെ? CVT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 15 മോഡൽ 16 രജിസ്ട്രേഷൻ വണ്ടി, 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.30 CVT ഓട്ടോമാറ്റിക്കൽ സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ലെ? ഇത് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ക്ലീൻ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. സർവീസ് കമ്പനി സർവീസ്, കറക്റ്റ് കമ്പനി സർവീസിലുണ്ട്. നമുക്ക് 100% ഗ്യാരണ്ടി 4.25 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതും ഫുൾ ഓൺ ചെയ്യാം. അടുത്താണ് നമുക്കൊരു ഓഫർ പ്രൈസിനൊരു ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ വൈറ്റ് ഫിനിഷിംഗിൽ, അതും ഒറിജിനൽ കേരള വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ XX ഓപ്ഷനിലാണ്. അന്നത്തെ ഏറ്റവും 2016 ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല കിഡിലാണ്. അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഓടിയിട്ടുള്ള 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 69,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ആണ്? തേർഡ് ഓണർഷിപ്പിലായിരുന്നു. XX ആണ്, വെറും 69,000 കിലോമീറ്റർ, 2016 ഏറ്റവും ടോപ്പ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഒരു വാഹനം? ഇത് നമുക്ക് 5,75,000 ഫൈനൽ കൊടുക്കാം. ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ പ്രൈസിന് 5.5 ലക്ഷം ഫുൾ ഓൺ അല്ലേ? അടുത്ത നമുക്കൊരു കിഡ്ലം ഹോണ്ട സിറ്റി ആണ്. അതിന്റെ 4th ജനറേഷൻ ആണ്, കായക്കൂട്ട രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 മോഡൽ വണ്ടി അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അങ്ങനെ അത്യാവശ്യം നല്ല സ്പേഷ്യസും നല്ല കംഫർട്ടും
അതേപോലെ മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. അതെ, നല്ല 4 പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ ഓടിയിട്ടുള്ള 39,000 കിലോമീറ്റർ ആണ്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആയിട്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? 5,85,000 5,80,000. നല്ലൊരു ഏകദേശം ഫുൾ ഓൺ എടുക്കാം. ഫുൾ ഓണും ചെയ്യാൻ പറ്റും. 5,85 ഫുൾ ഓണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2018 മോഡൽ വണ്ടി അല്ലേ? അടുത്ത് വീണ്ടും നമുക്കൊരു കിഡ്ലൻ സബോമീറ്റർ SUV ആണ്. ഹുണ്ടായുടെ വെന്യൂ, അതിന്റെ ഫസ്റ്റ് ജനറേഷനിൽ ബ്ലൂ ഫിനിഷിംഗിൽ ലോ കിലോമീറ്റർ ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡൽ വണ്ടിയാണ്. 22 മോഡൽ അല്ലേ? കിലോമീറ്റർ ആണ് 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.2 കാപ്പ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അത് 1.2 നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന, മെയിൻ്റെനൻസ് കുറവുള്ള, അത്യാവശ്യം നല്ല ഒന്നുമില്ലാത്ത വണ്ടി. വെറും 27,000 കിലോമീറ്റർ. എത്ര പേ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് 7,10,000 A10, അതും സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് അല്ലേ? A10 ഫുൾ ഓണാണ്, അത് ഓഫർ പ്രൈസ് ഇല്ല. ഡീസൽ സ്വിഫ്റ്റ് ആണ്. KEL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് കൊയിലാണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 മോഡലുണ്ട്. 2014 ഡീസൽ, അതും 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ. 1,20 ആണ്. 20 ഡീസൽ വണ്ടിയാണ്. വീഡിയോ ഓപ്ഷൻ ഇല്ല. 100% ഗ്യാരണ്ടി പറയാലോ. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 3,95,000. 395 ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാലോ. ഒരു 50-60 ചെറിയൊരു ഫാമിലിക്ക് നല്ല കംഫർട്ടും അതേപോലെ മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു മാരുതി സുസുക്കി ഓൾട്ടോ പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു അസർക്ക് ഇതിന്റെ മോഡൽ? 2010 മോഡലുണ്ട്. പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1,00,000 കിലോമീറ്റർ ഫുൾ പേപ്പർ. ഇപ്പൊ പുതിയ റിന്യൂവൽ എടുത്ത്. അപ്പൊ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ട് 4 പുത്തൻ ടയർ എല്ലാം വരുന്നുണ്ട്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്ക് 1,35,000. 1,35. 5 വർഷത്തെ പേപ്പർ, ഒരു റീപ്ലേസ് പോലെ നല്ല ക്ലീനും ഉണ്ട്. 4 പുതിയ ടയർ, നല്ല സീറ്റ് കവറൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് വണ്ടി. 5 കൊല്ലം ഒന്നും നോക്കണ്ട, പേപ്പർ ഫുൾ പേപ്പർ. അപ്പൊ നമുക്ക് LX AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. 1,35. 1,05,000 കിലോമീറ്റർ ഓടി. 6,15 ഓടിയിട്ടുള്ളൂ. ഗ്യാരണ്ടി വരാൻ പറ്റുന്ന. അതാണ് വീണ്ടും നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവർക്ക് അത്യാവശ്യത്തിന് 18-20 മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു മാരുതി സുസുക്കി ഓൾട്ടോ 800. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2016 മോഡൽ വണ്ടിയാണ്. 2016 മോഡലുള്ള വണ്ടിയാണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. 79,000 കിലോമീറ്റർ, അതും സിംഗിൾ ഓൺഷിപ്പ് ഇല്ല. ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എത്ര രൂപ നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 2,35,000 കൊടുക്കാം. 2,35. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം? ലോൺ ഏകദേശം നമുക്ക് 2 വരെയൊക്കെ ചെയ്യാം. നല്ല 10-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? അടുത്തൊരു ലോ കിലോമീറ്റർ ആയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് ആണ്. അതും 2023 മോഡൽ അല്ലേ? അതെ, 2023 മോഡൽ. 15,000 കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളൂ. വെറും 15,000 കിലോമീറ്റർ, അതും 4 സിലിണ്ടർ ആണ്. നിലവിൽ 24 രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ? അപ്പൊ 24 രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ നിലവിൽ വേണമെങ്കിൽ നമുക്ക് കമ്പനി വാറണ്ടി ഉണ്ടാവില്ല. കമ്പനി വാറണ്ടി തന്നെ നിലവിലുള്ള വണ്ടിയാണ്. വെറും 15,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അത് നമുക്ക് VXI ഓപ്ഷനിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. 4 സിലിണ്ടർ ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 6,95,000 6,95. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ? ലോൺ ഏകദേശം നമുക്ക് 6-6.25 10-30 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിലൊരു മിനി SUV ടൈപ്പ് വാഹനം നോക്കുന്നവർക്ക് റെനോയുടെ ഒരു ക്രിഡ് ആണ്. എങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡൽ 19 രജിസ്ട്രേഷൻ. 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഇല്ല. 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ഉണ്ട്. 60,000 കിലോമീറ്റർ, അതും സിംഗിൾ ഓൺഷിപ്പിൽ. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് ആണ് അല്ലെ? RXT ആണ് ഇതിന്റെ ടോപ്പ് ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതേപോലെ തന്നെ റിയറിൽ നമുക്ക് ക്യാമറ കാര്യങ്ങൾ, അതേപോലെ തന്നെ LCD സ്ക്രീൻ ഒക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനമാണ്. നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 2,85,000 2,85. അതിന് ഏകദേശം 2.5 വരെയൊക്കെ ഫിനാൻസും കയറും. അപ്പൊ ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം അല്ലെ? അടുത്ത നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഡാറ്റ്സൺ, നിസാന്റെ ഒരു സബ് ബ്രാൻഡ് ആണ്. ഡാറ്റ്സന്റെ ഗോ പ്ലസ് ആണ്. 7 സീറ്റർ ആണ്. ബഡ്ജറ്റ് പ്രൈസ് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2016 മോഡലുണ്ട്. 2016 മോഡല്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ആണ്. ഒരു 16 മൈലേജ് കിട്ടും. 17 മൈലേജ് കിട്ടും. 7 സീറ്റർ ആണ്. കൂടെ തന്നെ നമുക്ക് ലോ മെയിൻ്റെനൻസ്, അതേപോലെ തന്നെ വലിയൊരു ഫാമിലിക്ക് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ 4 ടയറും പുതിയ ടയറാണ്. ഒന്നും ചെയ്യാനൊന്നുമില്ല, നേരെ ഓടിയാൽ മതി. പെട്രോൾ അടിച്ച ഓടാ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്ക് 2,10,000 2,10 7 സീറ്റർ ആണ്. മാക്സിമം ലോണും ചെയ്യാം. അതെ, പറ്റുന്നവരൊക്കെ ചെയ്യാം. ഓക്കെ. ഇത് നമുക്കൊരു നിസാന്റെ മൈക്ര ആണ്. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോളാണ് വരുന്നത്. പെട്രോൾ ആണ്. ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ വണ്ടി. അതേപോലെ ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയർ വരുന്നുണ്ട്. ഓക്കെ.
ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ പേടി കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നില്ല. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 2014 മോഡലാണ് വണ്ടി. 1.20 ഓടിയിട്ടുണ്ട് കേട്ടോ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് ഒരു 2.40 കൊടുക്കാം. 2.40 ലോൺ ഏകദേശം ലോൺ കിട്ടും. 2 രൂപ 2.10 ഒക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 10 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ട്രാക്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ. ഇത് നമുക്കൊരു ഓൾട്ടോ കേട്ടനാണ്. ഇത് മാനുവൽ ആണോ അതോ ഓട്ടോമാറ്റിക് ആണ്? മാനുവലാണ്. 19 മോഡൽ വണ്ടിയാണ്. 2019 മോഡലാണ്. കെ സീരീസ് ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു സീരീസ് ആണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങൾ, കമ്പനി ഇൻപുട്ടിന്റെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് 2,85,000 രൂപ. 2.85. അത് നമുക്ക് ലോണൊക്കെ അത് ഏകദേശം 2.60 വരെ നമുക്ക് ലോൺ 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ. സെമി പ്രീമിയം വെഹിക്കിൾ, അതായത് മൈലേജും നല്ല കംഫർട്ടും എന്നാൽ ബഡ്ജറ്റ് പ്രൈസിൽ നമുക്ക് തരാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ടൊയോട്ട കൊറോള ഓൾട്ടിസ്, അതും ബ്ലാക്ക് അല്ലേ. എങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡലാണ്. ഡീസൽ ജി ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. ഇന്റീരിയറൊക്കെ നോക്കി നല്ല 1,20,000 കിലോമീറ്റർ. തേർഡ് ഓണർഷിപ്പിലാണ്. തേർഡ് ഓണർഷിപ്പ് അല്ലേ. ഇത് കേരള വെഹിക്കിൾ ആണോ അതോ നമ്പർ ആയതുകൊണ്ട്? എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്ക് 6.95 6.95 ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു വണ്ടി ഉണ്ടാവും. മാക്സിമം ലോണും ചെയ്യാലോ. അതെ. അടുത്തത് വീണ്ടും നമ്മളൊരു മാരുതി സുസുക്കി ബലേനയാണ്. KL48 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. ടയേഴ്സ് ഒക്കെ നോക്കി പുതുപുത്തൻ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, റൂഫ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ, എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 പുതുപുത്തൻ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയുള്ള 2019 മോഡലുണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 5,55,000 രൂപ. 5.55 ഓഫറിൽ 5,45 കൊടുക്കാം. 5.40 വീണ്ടും 10,000 രൂപ കുറച്ച്. ഫൈനൽ പ്രൈസ് ആണ്. അത് ഏകദേശം 5,5 നമുക്ക് ലോണും കൊടുക്കാം. ലോണും ചെയ്യാം. 10 രൂപ ഉണ്ടെങ്കിൽ 25 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. അതേപോലെ നമുക്ക് പ്രൊജക്ടഡ് ലാംപ്സ്, ഡേ ടൈം റെഡിംഗ് ലാമ്പ്, ഫോഗ് ലാമ്പ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു വാഹനം കൂടിയാണ് അല്ലേ. അതേപോലെ ഡീസൽ സ്വിഫ്റ്റ്, ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇതിന്റെ കിലോമീറ്റർ തന്നെയാണ്. അത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നത്. 4 ടയർ, പുത്തൻ ടയർ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡൽ 15 രജിസ്ട്രേഷൻ. 15 രജിസ്ട്രേഷൻ ആണ്. LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റിയർ ഒക്കെ നല്ല അത്യാവശ്യം 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു മോഡലിൽ ഇത്ര കിലോമീറ്റർ കുറഞ്ഞ വണ്ടി കിട്ടാൻ ഇച്ചിരി പാടാണ്. കാരണം എല്ലാം 1 ലക്ഷത്തിന് മുകളിൽ ഓടിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു മോഡലായിട്ട് നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് ആണ് വെറും 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 3,95,000 രൂപ. 3.95. എത്ര രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും? ഏകദേശം 3,20 ഒക്കെ നമുക്ക് ലോൺ 3.20 വരെ നമുക്ക് ലോൺ ചെയ്യാം അല്ലേ. ദെൻ നമുക്ക് 2 എലൈറ്റ് i20 വരുന്നുണ്ട്. ഫസ്റ്റ് റെഡ് ഫിനിഷിംഗ് ആണ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസലാണ്. 2015 മോഡലാണ്. 2015 മോഡൽ അല്ലേ. ഡീസൽ ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. പക്ഷേ ഒരു 18-20 നമുക്ക് മൈലേജും കിട്ടും. മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ലല്ലോ. എങ്ങനെയായിരുന്നു? 1,17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓൺഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 4,45,000 രൂപ കൊടുക്കാം. 4.45 ഏകദേശം നമുക്ക് ഫുൾ ഓണും കൊടുക്കാം. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. ഡീസൽ വണ്ടിയാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിന്റെ ഒരു വൈറ്റ് വേണമെന്നുള്ളവർക്ക് വൈറ്റ് ഫിനിഷിംഗ് ഉണ്ട്. ഇത് ഡീസൽ തന്നെയല്ലേ വരുന്നത്? അതും ഡീസലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2014 മോഡൽ വണ്ടിയാണ്. 2014 മോഡൽ അല്ലേ. എങ്ങനെയായിരുന്നു? സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസൽ തന്നെയല്ലേ വണ്ടി? ഡീസൽ തന്നെ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 1.30 ഓടിയിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വാഹനം? ഇത് നമുക്ക് ഏകദേശം ഒരു 4.40 കൊടുക്കാം. 4.40 നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് മാക്സിമം എത്ര മാക്സിമം ഒരു 4 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. 40 രൂപ വണ്ടി ഇറക്കാം അല്ലേ. അടുത്ത് വീണ്ടും നമുക്കൊരു KUV 100 അല്ലേ. ഇത് ഡീസൽ വണ്ടി അല്ലേ വരുന്നത്? ഡീസൽ വണ്ടി വരുന്നത്. ഏകദേശം നമുക്ക് 16 മോഡൽ വണ്ടിയാണ്. മൈലേജ് കിട്ടുന്ന ഒരു മിനി ടൈപ്പ് XUV ആണ്. അതും KUV 100 ഡീസൽ വണ്ടിയാണ്. 20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അങ്ങനെ ഒന്ന് മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. മോഡൽ 2016 മോഡൽ വണ്ടിയാണ്. 99,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിലാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് 2,75,000 രൂപ. 2.75. അപ്പൊ നമുക്ക് ഈ ഇതിൽ 2.65 കൊടുക്കാം. വീണ്ടും 10 രൂപ ഏകദേശം 2.75 ലോണും കയറും. 2.75 ഫുൾ ഓൺ നമുക്ക് വേണമെങ്കിൽ 10,000 രൂപ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടി. അത് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സാൻഡ്രോ അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2011 മോഡൽ വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് ഒരു 95,000 രൂപ കൊടുക്കും. 95,000 രൂപയ്ക്ക് ഫൈനൽ അല്ലേ. അടുത്തൊരു ബൈക്കിന്റെ EMI-ലേക്ക് ഇറക്കാൻ പറ്റുന്ന, ബൈക്കിൽ നിന്നൊക്കെ കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു വാഹനമാണ് ഇയോൺ അല്ലേ. അത്യാവശ്യം നല്ല AC പവർ സ്റ്റിയറിംഗ്, പിന്നെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ വരുന്നത് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി ഇൻപുട്ട് സ്റ്റീരിയോ, ബക്കറ്റ് സീറ്റ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്.
അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം 800cc അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു നമുക്ക് സിംഗിൾ ഓണർ വണ്ടിയാണ്? 14 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 95,000 കിലോമീറ്റർ ഓടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 1,85,000 രൂപ. 1.85 അല്ലേ? മാക്സിമം ട്രാക്ക് മാക്സിമം 1.75 വരെയൊക്കെ മാക്സിമം നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ അല്ലെങ്കിൽ 10 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ഒരു 3,000-4,000 EMI വരുള്ളൂ. അടുത്ത നമുക്ക് അമേസ് സെയിലാണ് അല്ലേ? അമേസ് ഏകദേശം സെറ്റാണ്, സെയിലാണ്, ആവശ്യമില്ല. ഓക്കെ, വീണ്ടും നമുക്കൊരു ഇയോൺ ആണ്, വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2013 മോഡലാണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. ഒരു ആവറേജ് ഫ്രണ്ട് ഗ്ലാസ് അതേപോലെ ബോണറ്റ് അങ്ങനെ ചെറിയ ചെറിയ റീപ്ലേസുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് 1,20,000 റുപ്യ കൊണ്ട് 1,20,000 കൊടുക്കാം. ഒരു ബൈക്കിന്റെ പ്രൈസിന് വണ്ടി ഫുൾ ലോൺ 1.5 വരെ ലോണും കൊടുക്കാം. 30,000 രൂപ വരെ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടി. അടുത്തൊരു ഓട്ടോമാറ്റിക്കലി 3 വാഹനങ്ങളാണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു സെലേറിയോ അല്ലെ? ഓക്കെ, ഒന്ന് മറ്റു പോയിട്ടുണ്ട് അല്ലേ? ഇത് സെലേറിയോ. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 മോഡൽ വണ്ടിയാണ്. 93,000 കിലോമീറ്റർ ഓടിയ ZXi ഉണ്ട്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അതും ഓട്ടോമാറ്റിക് ആണ്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 93,000 കിലോമീറ്റർ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വാഹനം? ഇത് നമുക്കിപ്പോ ഈ ഇതിൽ നമുക്ക് 3,95,000 രൂപ. 4,20 ഇട്ടിരുന്ന റേറ്റ്. അത് ഏകദേശം ഫുൾ ലോൺ കൊടുക്കുന്നു. മാക്സിമം ഫുൾ ലോൺ തന്നെ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 4ന്റെ ചോട്ടിൽ 2018 വണ്ടി. 18 കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. വീണ്ടും നമുക്കൊരു K സീരീസ് K10 ആണ്. അതും ഓട്ടോമാറ്റിക് ആണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2016 മോഡൽ വണ്ടിയാണ്. 1,32,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ഇത് നമുക്ക് 2,85,000 റുപ്യ കൊടുക്കാം. ഫുൾ ലോണില് റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കമ്പനി സർവീസ് തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റില്ല. വീണ്ടും നമുക്കൊരു ഓൾട്ടോ 800 അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2014 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര രൂപ? 1.95 കൊടുക്കാം. 1.95 നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സ്, നമ്മൾ ദോസ്തിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തിനും പെരിന്തൽമണ്ണയ്ക്ക് ഇടയിലായിട്ട് അരിപ്ര സ്കൂൾ പടിയാണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ. അപ്പോൾ നമ്പർ കാര്യങ്ങളോട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. റിയാസ് അഷ്റഫ് സൈനിങ് ഓഫ്.